കേരളത്തിൽ മൺസൂൺ അതിന്റെ സജീവ കാലഘട്ടത്തിലേക്ക് കടന്നതിന്റെ ഭാഗമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അസാധാരണ സംഭവമല്ല, 2018 സമാനമായ സംഭവമല്ല. കാരണം നമ്മൾ ഓരോ മൺസൂൺ സീസൺ എടുത്തു കഴിഞ്ഞാലും മൺസൂൺ അതിന്റെ സജീവ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ മഴ സാധാരണ ലഭിക്കേണ്ട മഴയെക്കാളും കൂടുതൽ ലഭിക്കുന്ന കുറച്ച് ദിവസങ്ങൾ, അതാണ് ഒരു ആക്റ്റീവ് സ്പെൽ അല്ലെങ്കിൽ സജീവ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അത് പൊതുവേ ഒരു മൺസൂൺ സീസൺ എടുത്തു കഴിഞ്ഞാൽ 122 ദിവസമുള്ള മൺസൂൺ സീസണിൽ ഒരു 3-4 സ്പെല്ലൊക്കെ ആക്റ്റീവായിട്ട് വരാറുണ്ട്. അപ്പം ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ ആയിട്ട് ഓരോ സ്പെല്ലുകൾ വെച്ച് മിനിമം ഒരു 3 സ്പെല്ലെങ്കിലും ആക്റ്റീവ് സ്പെല്ലെങ്കിലും ലഭിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പം ഈ വർഷം എല്ലാ മൺസൂണിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാലാവസ്ഥാ ഘടകങ്ങളും അനുകൂലമായിട്ട് വന്ന ഒരു സജീവ കാലഘട്ടമായിരുന്നു ഇപ്പോഴുള്ള 2 ദിവസം. അത് പ്രധാനപ്പെട്ടത് മൺസൂണിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമ തീരത്ത് കാണപ്പെടുന്ന ന്യൂനമർദ്ദപാത്തി സജീവമായിരുന്നു. അതുപോലെ തന്നെ മൺസൂൺ മഴപ്പാത്തി, സെൻട്രൽ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന മൺസൂൺ മഴപ്പാത്തി സജീവമായിരുന്നു. ആ മഴപ്പാത്തിക്കുള്ളിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ പസഫിക്കിൽ ഉണ്ടാകുന്ന ടൈഫൂണുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ മൺസൂണിന്റെ മഴ കൂടുതൽ ലഭിക്കുന്ന അനുകൂല ഘടകങ്ങൾ, പല പല കാലാവസ്ഥാ ഘടകങ്ങളും അനുകൂലമായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് ലഭിച്ച സജീവ കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയത്. ഇത് 2018-ഉം 2019-ഉം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ലഭിച്ച തോതിലുള്ള മഴ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2018-ലും 2019-ലും ഒക്കെ 10 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ഒക്കെ മഴ സ്റ്റേറ്റ് വൈഡ് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് വൈഡ് കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരു 7-8 സെന്റിമീറ്റർ മഴയെ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു മഴ കേന്ദ്രീകരിക്കപ്പെട്ടത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലാണ് കൂടുതലും ഈ ഒരു മേഘരൂപീകരണം അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു മേഘരൂപീകരണം കേന്ദ്രീകരിക്കപ്പെട്ടത്. അതും മഴയെന്ന് പറയുന്നത് നമുക്കറിയാം, മഴയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം 200 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുമ്പോഴാണ് അതിതീവ്ര മഴ എന്ന് പറയുന്നത്. പക്ഷേ പത്തനംതിട്ട, കോട്ടയം ജില്ലയിലെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ പല മഴമാപരികളിലെയും കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലയിടത്തും 200 മുതൽ 300 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 സെന്റിമീറ്റർ മഴ ആവറേജ് ലഭിച്ച ഒരു സാഹചര്യമായിരുന്നു. അത് അതിതീവ്ര മഴയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന 3 ജില്ലകൾ കേന്ദ്രീകരിച്ച് അതിതീവ്രമായിട്ട് മഴ പെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്. അത് സജീവ കാലഘട്ടം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ നല്ല മഴ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം 2018 നമുക്ക് മെയ് മാസം മുതൽ തന്നെ മഴ കൂടുതലായിരുന്നു. ജൂണും ജൂലൈയിലും മഴ കൂടുതലുണ്ടായിരുന്നു. സാധാരണ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ മഴയായി. ഓഗസ്റ്റിലെ ആ 15 മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു സ്പെല്ലാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതുപോലത്തെ ഒരു സ്പെല്ലല്ല ഇപ്പോൾ ലഭിച്ചത്. അതായത് മൺസൂൺ അതിന്റെ ഈ വർഷം അതിന്റെ സജീവ കാലഘട്ടത്തിലേക്ക് കിടക്കുന്ന ഒരേ ഒരു സമയമാണ്. ഇപ്പോഴും ഇന്നലെ വരെയുള്ള മഴക്കുറവ് 35% ഒറ്റ ദിവസത്തെ മഴ കൊണ്ടത് 30% കുറഞ്ഞു. ഒരു പക്ഷേ അത് 25%-ലേക്കൊക്കെ താന്നേക്കാം. എന്നിരുന്നാൽ പോലും 2019 നമ്മൾ കവലപ്പാറ പുത്തുമല ദുരന്തം ഉണ്ടായ സമയത്ത് മഴക്കുറവ് എന്ന് പറയുന്നത് 35%. അപ്പം ഓഗസ്റ്റ് 4 മുതൽ 8 വരെയുള്ള ആ ഒരു 5 ദിവസം കൊണ്ടാണ് നമുക്ക് മഴക്കുറവ്, അതായത് 35%, 2 മാസത്തെ മഴക്കുറവ് നികത്തിക്കൊണ്ട് മഴ കൂടുതലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. അപ്പൊ അത്തരത്തിലൊരു വലിയ മേഘവിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന തരത്തിലുള്ള മഴയൊന്നുമല്ല നമുക്ക് ലഭിച്ചത്, ഒരു അതീവ്ര മഴയുടെ ഗണത്തിൽ. എന്നിരുന്നാൽ പോലും മഴയുടെ പെയ്ത്ത് രീതിയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. നമുക്കറിയാം 24 മണിക്കൂറിൽ 200 മില്ലിമീറ്റർ ലഭിക്കുമ്പോഴാണ് നമ്മൾ അതിതീവ്ര മഴ എന്ന് പറയുന്നത്. അത് 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം നീണ്ടു നിന്ന് പെയ്യുന്ന മഴയാണ്. പക്ഷേ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ലഭിച്ച മഴയുടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ ഓറഞ്ച് അലർട്ട് കൊടുത്തിട്ട് മഴ കാര്യമായിട്ട് പെയ്തില്ല. പക്ഷേ രാത്രി 9 മണിക്ക് ശേഷം ഒരു അതിരാവിലെ വരെയുള്ള സമയത്താണ്, ആ ഒരു ചുരുങ്ങിയ 3 മുതൽ 6 മണിക്കൂർ സമയത്താണ് ഈ 200 മില്ലിമീറ്റർ മഴയും പെയ്തതെന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ മൺസൂൺ മഴയിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മൺസൂൺ മഴയുടെ പെയ്ത്ത് രീതിയിൽ മാറ്റം സംഭവിക്കുകയാണ്. മഴ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മഴ ഇടവേളകൾ, അതിനുശേഷം വരുന്ന അതിതീവ്രമായിട്ടുള്ള മഴ, അതും ആ അതിതീവ്രമായിട്ടുള്ള മഴ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം ലഭിക്കുന്നു. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഇവന്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2018 ശേഷം പ്രത്യേകിച്ചും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാന ചേഞ്ച്, മൺസൂണിന്റെ കാര്യത്തിലുണ്ടായ ചേഞ്ച്, മൺസൂണിന്റെ
മൺസൂൺ കൂടുതൽ അസ്ഥിരമാകുന്നു. ദീർഘകാലം മഴയില്ലാതെ നിൽക്കുന്ന അവസ്ഥ, പിന്നീട് വരുന്ന ആർത്തലച്ചു പെയ്യുന്ന മഴ, അങ്ങനെ ഒരു മഴപ്പെയ്ത്ത് രീതി മാറുന്നതോടൊപ്പം തന്നെ മഴമേഘങ്ങളുടെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റവും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരള തീരത്തോട് ചേർന്നുള്ള അറബിക്കടലിന്റെ ഭാഗത്ത് രൂപീകൃതമാകുന്ന മൺസൂൺ മഴമേഘങ്ങൾ വൈഡ് സ്പ്രെഡ് ആണെങ്കിൽ പോലും അതിന്റെ ഘടനയിൽ, അതിന്റെ തിക്നെസ്സിൽ അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റിൽ വ്യത്യാസം വരുന്നത്. പണ്ട് കാലത്ത് 6-7 കിലോമീറ്റർ വരെ ഉയരത്തിൽ പോയിരുന്ന മേഘങ്ങൾ ഇപ്പോൾ 8 മുതൽ 10 കിലോമീറ്റർ വരെ ഉയരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും ഡീപ്പായിട്ടുള്ള ക്ലൗഡ്സ് ആണ് ഇപ്പോൾ മൺസൂൺ സമയത്ത് അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് ഫോം ചെയ്യുന്നത്. ഇത് കരയിലേക്ക് കടന്നു വരും. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ മേഘരൂപീകരണമാണ് അറബിക്കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കരയിലേക്ക് കടന്നു വരുമ്പോഴാണ് നമുക്ക് പൊതുവെ മേഘവിസ്ഫോടനത്തിന്റെ അല്ലെങ്കിൽ ലഘുമേഘ വിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴപ്പെയ്ത്ത് നമുക്ക് ലഭിക്കുന്നത്. ഇത് പശ്ചിമഘട്ടം, നമുക്കറിയാം, പശ്ചിമഘട്ടം ഓവർ ദി ഇയേഴ്സ് വളരെയധികം മാനുഷികവും നാച്ചുറൽ ആയിട്ടുള്ള ഇത്തരം മൺസൂൺ കൊണ്ടും അതുപോലെ തന്നെ മറ്റു മാനുഷിക പ്രവർത്തനങ്ങൾ കൊണ്ടും ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അപ്പം ഈ ഓവർ ദി ഇയേഴ്സ്, ഇപ്പൊ ലാസ്റ്റ് 10 years എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ മഴ, അതിതീവ്രമായിട്ടുള്ള മഴ കൊണ്ട് ഈ മണ്ണിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മണ്ണിന് വെള്ളത്തെ സംഭരിച്ചു നിർത്താനുള്ള ശേഷി കുറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഓവർ ദി ഇയേഴ്സ്, ലാസ്റ്റ് 10 years അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുന്നതിന്റെ പാർട്ടായിട്ട് പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും ഇപ്പൊ ഈ ചെറിയൊരു മഴ, ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അതിതീവ്ര മഴ വരുമ്പോൾ പോലും വലിയ തോതിലുള്ള മിന്നൽ പ്രളയങ്ങളും അതോടൊപ്പം തന്നെ വ്യാപകമായിട്ടുള്ള ഉരുൾപൊട്ടലുകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാലാവസ്ഥാപരമായിട്ട് ഉള്ള ഈ ഒരു മാറ്റങ്ങളും പശ്ചിമഘട്ടത്തിന് താങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മഴയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള അലർട്ടുകളെക്കാളും ഉപരി, അതായത് ഇപ്പം പ്രത്യേകിച്ചും ജില്ലകളെ കേന്ദ്രീകരിച്ചുള്ള അലർട്ട് സംവിധാനമാണ്. നമ്മൾ മഴയുടെ പെയ്ത്ത് രീതി പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്, ഒരു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് അല്ലെങ്കിൽ റെഡ് അലർട്ട് കൊടുക്കുമ്പോൾ ജില്ല വ്യാപകമായിട്ട് അത്തരത്തിലുള്ള ആ തോതിലുള്ള മഴ ലഭിക്കണമെന്നില്ല. ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് മഴ ലഭിക്കുന്നത്. അപ്പം മഴ ചെറിയൊരു പ്രദേശത്തേക്ക് ചുരുങ്ങുകയും അതിതീവ്രമാവുകയും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു മഴ മുന്നറിയിപ്പുകളിൽ നിന്ന് മാറി പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള മഴ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. മഴ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം ഈ അതിതീവ്രമായിട്ടുള്ള മഴ അല്ലെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് ലഭിക്കുന്ന 200 മില്ലിമീറ്റർ മഴ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അതിനോട് പൊരുത്തപ്പെടാനുള്ള ശേഷി പ്രാദേശിക അടിസ്ഥാനത്തിൽ ജനവിഭാഗങ്ങൾ സജ്ജമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിന് ഒരു പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള ഒരു തദ്ദേശീയമായിട്ടുള്ള പങ്കാളിത്ത ദുരന്ത നിവാരണ നയമാണ് രൂപീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മഴ പെയ്യും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനേക്കാളുപരി ഈ മഴ കൊണ്ട് എന്ത് സംഭവിക്കാൻ, ഓരോ പ്രദേശത്തും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചും ഈ അലർട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ജനവിഭാഗവും, ഓരോ പ്രദേശത്ത് താമസിക്കുന്ന ജനവിഭാഗങ്ങളും ഏത് തരത്തിൽ അതിനോട് പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുകളും, അതും ഗവൺമെന്റ് സംവിധാനത്തിൽ പോലും ഏതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും എന്തെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വലിയൊരു ബൃഹത്തായ ലോക്കൽ ലെവൽ ആക്ഷൻ പ്ലാനാണ് ഇത്തരം അതിതീവ്രമാകുന്ന കാലാവസ്ഥാ സംഭവങ്ങളുടെ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ദുരന്ത നിവാരണം ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ രൂപീകൃതമാകേണ്ടതിന്റെ ആവശ്യകതയാണ് വിരൽ ചൂണ്ടുന്നത്.